ചേർത്തലയിലെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ചില അപ്ഡേറ്റ്സ് ഉണ്ട്. പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുക. ഇന്നലെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു. സുഹൈൽ മുഹമ്മദ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, ഈ പ്രതിയുടെ ഒരു അമിതമായ ആത്മവിശ്വാസം, അപാരമായ ഒരു ആത്മവിശ്വാസം ഇയാൾക്കുണ്ട്. അതുതന്നെയാണ് ചില സമയത്തെങ്കിലും പോലീസിനെ കുഴയ്ക്കുന്നതും. കൃത്യമായ മറുപടികളില്ല. ഇന്നലെയൊക്കെ തന്നെ അയാൾ മൗനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് പോലീസിന്റെ നീക്കം? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. സ്മിത പറഞ്ഞതുപോലെ തന്നെ അവിശ്വസനീയമായ ആത്മവിശ്വാസമാണ് സെബാസ്റ്റ്യനുള്ളത്. ഇന്നലെ രാത്രി വൈകിയും നീണ്ട മണിക്കൂറുകൾ നീണ്ട ഈ വീട്ടിലെ പരിശോധനയിൽ സെബാസ്റ്റ്യന് ഒരു വരി പോലും ക്രൈംബ്രാഞ്ചിന് കിട്ടിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങൾക്ക് സെബാസ്റ്റ്യൻ ചിരിച്ചും മൗനത്തിലുമാണ് മറുപടി നൽകിക്കൊണ്ടിരുന്നത്. കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല. ഈ വീട്ടിൽ നിന്ന് സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യുമ്പോൾ സൈക്കോളജിക്കലി തന്നെ തന്റെ കുറ്റകൃത്യങ്ങളുടെ സംശയം നിൽക്കുന്ന ഒരുപാട് തെളിവുകൾ ലഭിക്കുന്ന ഇടമാണ്. ഇന്നലെ 64ലേറെ അസ്ഥികഷ്ണങ്ങൾ ലഭിച്ചതാണ്. ഈ പറയുന്ന ശുചിമുറിയിൽ, വീട്ടിനകത്ത് ശുചിമുറിയിൽ രക്തക്കറ കണ്ടതാണ്. ഇതെല്ലാം ചേർത്ത് വെച്ച് സെബാസ്റ്റ്യനിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം സെബാസ്റ്റ്യന് ലഭിക്കുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ടായത്. പക്ഷേ അവിടെയും വളരെ കോൺഫിഡൻ്റായി തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും തന്നെ കുരുക്കാൻ പാകത്തിലൊരു തെളിവും ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം സെബാസ്റ്റ്യനിൽ കാണും. ചിലപ്പോൾ അത് അയാളുടെ അഭിനയമാകാം. അതിനപ്പുറത്തേക്ക് പെട്ടുപോയി ഒന്നും ചെയ്യാനില്ല എന്നതിൻ്റെ ഒരു നിശ്ചലതയായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ എന്തായാലും അമിതമായ ആത്മവിശ്വാസം ഈ സെബാസ്റ്റ്യനിൽ കാണുന്നുണ്ട്. ആ ആത്മവിശ്വാസം തന്നെയായിരിക്കും 10-22 വർഷങ്ങൾ നീണ്ട കാലയളവിൽ 3 തിരോധാനങ്ങളും 1 കൊലപാതകവും നടത്തിയെന്ന് നമ്മൾ സംശയിക്കുന്ന, ആ സംശയം നിൽക്കുന്ന സെബാസ്റ്റ്യൻ ഇത്രയും കാലം ഈ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനായതും. നമ്മൾ ഇപ്പോൾ ഉള്ളത് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീടാണ്. ഏകദേശം 2.5 ഏക്കറിൽ വിസ്തീർണമുള്ള പരന്നു കിടക്കുന്ന ഭൂമി, അതിൻ്റെ ഒത്ത നടുക്കൊരു ചെറു വീടുമാണ്. ഇതൊരു കുടുംബ സ്വത്താണ്. 6 മക്കളാണ് സെബാസ്റ്റ്യന്റെ മാതാപിതാക്കൾക്കുള്ളത്. അതിൽ ഒരാളാണ് സെബാസ്റ്റ്യൻ. ഈ സെബാസ്റ്റ്യനാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രോപ്പർട്ടിയും വീടുമൊക്കെ നോക്കി നടത്തുന്നത്. 2010 വരെ അല്ലെങ്കിൽ 2017 വരെ സെബാസ്റ്റ്യൻ സജീവമായി പള്ളിപ്പുറത്ത് ഈ നാട്ടിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 2017 ശേഷം സെബാസ്റ്റ്യൻ ഈ നാട്ടിൽ അങ്ങനെ വരാറില്ല. അതിന് തക്കതായ ഒരു കാരണം 2017 ഇത്തരത്തിൽ നാട്ടിൽ നല്ലവനായി നടന്നിരുന്ന സെബാസ്റ്റ്യൻ ആദ്യം ഒരു കുറ്റകൃത്യത്തിന്റെ സംശയത്തിലേക്ക് വരുന്നത്. 2017 ഈ പറയുന്ന ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യൻ പ്രതിപ്പട്ടികയിലാകുന്നത്. അതോടുകൂടി നല്ലവനായി ഉണ്ണിച്ചമഞ്ഞ് നടന്ന സെബാസ്റ്റ്യന്റെ കപടമുഖവും ക്രൂരതയുടെ മുഖവും നാട്ടുകാരിലേക്ക് മെല്ലെ മെല്ലെ വെളിവായി വരികയായിരുന്നു. ഇതിന് പിന്നാലെ അദ്ദേഹം ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഈ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട് എപ്പോഴും ഒരു സംശയനിൽ തന്നെ നിൽക്കുന്ന ഇടമായിരുന്നു. നമ്മൾ ഈ വരുന്ന വഴിക്ക്, സ്മിത, ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തിയതാണ്. ഈ വരുന്ന വഴിക്ക് ഞങ്ങളുടെ വാഹനം ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ അയൽവാസികൾ പോലും കണ്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അത്രത്തോളം നിഗൂഢമായ ഒരു ഇടമാണ്. വരുമ്പോൾ ആര് വന്നാലും പോയാലും ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും പുറം ലോകത്തൊരു മനുഷ്യനറിയാത്ത പാകത്തിലുള്ള ടെറൈനാണ് ഈ വീടിനുള്ളത്. ചുറ്റുമുള്ള കാടാണെങ്കിൽ വളരെ വലിയ കാട് പിടിച്ച് കിടക്കുന്ന ചതുപ്പ് നിലയങ്ങൾ, ചെറിയ ചെറിയ കുളങ്ങൾ, കിണറുകൾ, ഒപ്പം തോട്, അങ്ങനെ അത്രത്തോളം പെട്ടെന്ന് ആർക്കും ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരിടമാണ്. അത് തന്നെയാണ് ഈ സ്ഥലത്തിന്റെ സംശയം ഉയർത്തുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ അസ്ഥികളടക്കം DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ അസ്ഥികൾ ഈ പറയുന്ന നമ്മളുടെ സംശയനിലയിലുള്ള ഈ പറയുന്ന ബിന്ദു, ഐഷ, സിന്ധു, ജൈനമ്മ, ഈ 4 പേരുടേതാണോ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന പ്രതിസന്ധി. ഈ 4 പേരുടെയും അല്ല ഈ അസ്ഥിയെങ്കിൽ വീണ്ടും കേസ് സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഇരപ്പട്ടികയിൽ കൂടുതൽ പേർ പെട്ടിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ പ്രഥമമായി നമുക്കറിയേണ്ടത് ഇപ്പോൾ ലഭിച്ച അസ്ഥികൾ ആരുടേതെന്നാണ്. ഈ അസ്ഥികളുടെ DNA പരിശോധനാ ഫലം തന്നെയായിരിക്കും ഈ കേസിൽ നിർണായകം. ഇനി ഇന്നത്തെ തെളിവെടുപ്പിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജൈനമ്മ മരിച്ചു എന്ന് തന്നെയാണ്, കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്നത്. ഈ കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഉള്ളത്. ഈ സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് കസ്റ്റഡി പൂർത്തിയാക്കാൻ 2 ദിവസം കൂടിയുള്ളൂ. അതിന് ഉള്ളിൽ പരമാവധി ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ സ്വരൂപിക്കാനാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിനിടയിൽ തന്നെ ഈ പറയുന്ന ഈ ബിന്ദു, സിന്ധു, ഒപ്പം ഐഷ കേസുകളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. അതിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തേടും. ഇപ്പോൾ പ്രഥമമായി കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ഉപയോഗിച്ച് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ശേഖരിക്കുന്നത്. ഇന്ന് ഈ വീട്ടിൽ പരിശോധന ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റിടങ്ങളിലായിരിക്കും സെബാസ്റ്റ്യനെ എത്തിച്ചുള്ള കൂടുതൽ തെളിവെടുപ്പ് ഉണ്ടാകുക. എന്തായാലും പരമാവധി 2 ദിവസം കൂടിയാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന് സെബാസ്റ്റ്യൻ കൈവശം ഉണ്ടാവുകയുള്ളൂ. അതിനുള്ളിൽ പരമാവധി തെളിവുകൾ സ്വരൂപിക്കുക. അതിനപ്പുറത്തേക്ക് സെബാസ്റ്റ്യൻ മുന്നോട്ട് നടന്ന 22 വർഷങ്ങൾ പിന്നോട്ട് നടക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഈ പിന്നോട്ടുള്ള നടത്തത്തിൽ 1 കൊലപാതകം, 3 തിരോധാനങ്ങൾ, അതിൽ സെബാസ്റ്റ്യന്റെ പങ്ക് എന്തെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള ത്വരിത അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. സ്മിത, ക്രിസ്റ്റീന. സുഹൈൽ, ഈ തെളിവെടുപ്പിലൊക്കെ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സുഹൈൽ പറഞ്ഞതുപോലെ നിരവധി വെല്ലുവിളികളുണ്ട്. ഇതിന്റെ വർഷം, DNA പരിശോധനയിലൂടെ ഇത് തെളിയിക്കുക, ഒപ്പം തന്നെ
ഈ സെബാസ്റ്റ്യൻ വളരെ നിസ്സംഗനായി അന്വേഷണത്തോട് പ്രതികരിക്കുന്നത്, ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ഇതിനൊക്കെ കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കുക, മറ്റു തിരോധാനങ്ങളുടെ അന്വേഷണം ഇതുമായി ഏകോപിപ്പിക്കുക, ഇതൊക്കെ ഏത് രീതിയിലായിരിക്കും നടക്കുക? മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഈ കെഡാവർ ഡോഗ് ഏഞ്ചൽ കണ്ടെത്തിയ ചില വസ്തുക്കളുമുണ്ടല്ലോ, ഇതൊക്കെ ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? ക്രിസ്റ്റിന, നേരത്തെ ഈ പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഈ പറയുന്ന ദുരൂഹത ഇടമായി ഇപ്പോൾ മാറിയിരിക്കുന്ന പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മണ്ണ് മാന്തിയുള്ള പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നൊരു ശ്രമത്തിലായിരുന്നു. പക്ഷേ അത് ഇന്നലെ പൂർണ്ണമായി വിജയിച്ചു. ഏകദേശം 64 അസ്ഥി കഷ്ണങ്ങളാണ് ഈ പറമ്പിന്റെ വിവിധ ഭാഗങ്ങൾ. നമ്മൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് ആക്സസ് ഇല്ല, പ്രവേശനമില്ല, ഒരു ക്രൈം സ്പോട്ടായി മാറിയിട്ടുണ്ട്. ഇവിടെ പലയിടങ്ങളിൽ നമ്മൾ മണ്ണ് എടുത്ത് കുഴിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം കൂടി 64 കഷ്ണങ്ങൾ, കുളം വറ്റിച്ചും ഈ കിണർ വറ്റിച്ചും സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയും അതിന്റെ അടിയിൽ പരിശോധിച്ചുമൊക്കെ 64 അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു. വീടിന്റെ അകത്തേക്ക് പോയപ്പോൾ ഓടിളക്കിയും തറയിളക്കും, ചുരുക്കി പറഞ്ഞാൽ ഓടിളക്കിയും തറയിളക്കിയും വരെ പരിശോധിച്ചപ്പോൾ രക്തക്കരടക്കം കണ്ടെത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഇനി പറഞ്ഞതുപോലെ ഇതൊക്കെ സ്ഥിരീകരിക്കുക, ഇതൊക്കെ ആരുടേതാണെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇതിനപ്പുറത്തേക്ക് കൂടുതൽ അസ്ഥികൾ ഉണ്ടോ എന്നറിയണമെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന അത്യാധുനിക സംവിധാനം ശിരൂരിലടക്കം നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം എത്തിച്ചുള്ള ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. ഇനി അതിന്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ 2-2.5 ഏക്കർ പറമ്പായതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ കുഴിച്ചിട്ടു എന്ന് എല്ലായിടത്തും JCB ഉപയോഗിച്ച് മണ്ണ് മാന്തിയൊക്കെ പരിശോധന നടത്തുക എന്നത് അത്രത്തോളം പോസിബിൾ ആയ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായം കൂടി തേടും. ഇനി കേസിന്റെ അന്വേഷണത്തിലേക്ക് വരിക, നമ്മൾ പറഞ്ഞതുപോലെ ജൈനമ തിരോധാന കേസ് അത് പിന്നീട് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നു. നിലവിൽ നമ്മൾ പറയുന്ന, നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുകയാണെങ്കിൽ ആദ്യം കാണാതാകുന്ന ബിന്ദു പത്മനാഭയാണ്, അത് കഴിഞ്ഞ് രണ്ടാമതായി കാണാകുന്ന ഐഷയാണ്, പിന്നീട് 2020 സിന്ധുവാണ്, ഏറ്റവും ഒടുക്കം 2024 ഈ പറയുന്ന ജൈനമ്മയാണ് കാണാതാകുന്നത്. ഈ 2024 കാണാതാകുന്ന ജൈനമ തിരോധാന കേസാണ് ഇപ്പോൾ കൊലപാതകമാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരൊറ്റ കേസിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന സെബാസ്റ്റ്യനെ കുടുക്കാൻ പാകത്തുള്ള കോൺക്രീറ്റ് എവിഡൻസ് ഉള്ളൂ. ഈ ഒറ്റ കേസിൽ മാത്രമേ കോൺക്രീറ്റ് എവിഡൻസ് ഉള്ളൂ. അതിലെ എവിഡൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിറ്റതിന് തെളിവുകളുണ്ട്. ഒപ്പം ഈ പറഞ്ഞ ജൈനമ്മയുടെ ഫോൺ, അത് സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകളുണ്ട്. ഈ ജൈനമ്മയെ കാണാതായിട്ടില്ല എന്ന് ആളുകളെ തോന്നിപ്പിക്കാൻ വേണ്ടി ഈ ഫോണുകൾ പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് ഇയാൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് ജൈനമ്മയുടെ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ബന്ധുക്കൾ ഫോൺ എടുക്കുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യും, തിരിച്ചു വിളിക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ ഈ ജൈനമ്മ എവിടെയും പോയിട്ടില്ല, ജൈനമ്മ കാണാതായിട്ടില്ല എന്ന് ആളുകളെ ബോധിപ്പിക്കാനുള്ള പല ശ്രമങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. ആ അതിബുദ്ധിയാണ് ജൈനമ്മ കേസിൽ ഇയാളെ കുടുക്കിയത്. അങ്ങനെ ജൈനമ്മ കേസിന്റെ അന്വേഷണമാണ് പിന്നീട് പിറകോട്ടുള്ള ഈ പറയുന്ന സിന്ധു, ഐഷ, ബിന്ദു ക്രോണോളജിക്കൽ പിറകോട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 കേസുകളിലേക്കും ക്രൈംബ്രാഞ്ചിനെ എത്തിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ 3 പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് മാത്രമല്ല, ജൈനമ്മ കൊല്ലപ്പെട്ടു എന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുമ്പോഴും ജൈനമ്മ എങ്ങനെ കൊല്ലപ്പെട്ടു, ജൈനമ്മയുടെ മൃതദേഹം എവിടെ, ഈ 2024 കൊലപാതകമെങ്കിൽ അത്രത്തോളം തെളിവുകൾ ഇയാൾക്ക് നശിപ്പിക്കാറായിട്ടില്ല. പക്ഷേ മറ്റ് തിരോധാനങ്ങൾ നിലവിൽ നമുക്ക് കൊലപാതകം സംശയിക്കാനാവുകയുള്ളൂ. ഇനിയിപ്പോൾ അത് കൊലപാതകമാണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയി ഡികമ്പോസ് ചെയ്യാൻ, കംപ്ലീറ്റ് നശിപ്പിക്കാൻ ഒരു സമയ കാലാവധി ഈ പറയുന്ന സെബാസ്റ്റ്യൻ ലഭിച്ചിട്ടുണ്ട്. പല അസ്ഥികളും കത്തിച്ചിട്ടുണ്ട്. പക്ഷേ ജൈനമ്മയെ സംബന്ധിച്ചിടത്തോളം ജൈനമ്മയുടെ കൊലപാതകമായി ബന്ധപ്പെട്ട ആ ബോഡി അത്രത്തോളം ആഴത്തിൽ ഇയാൾക്ക് ആ അസ്ഥികളടക്കം നശിപ്പിക്കാനായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും ജൈനമ്മ കേസാണ് ഇതിന്റെ ഒരു പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത്. ജൈനമ്മ കേസിൽ നിന്ന് പിന്നോട്ടുള്ള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നടത്തമാണ് കേരളം ഞെട്ടാൻ പോകുന്ന ഒരു കുറ്റാന്വേഷണത്തിന്റെ സത്യങ്ങളിലേക്ക്, കുറ്റാന്വേഷണത്തിന്റെ പൊരുളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.